ഹലോ ഗൈസ്, ഇന്ന് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഡേ ആണ് എനിക്ക്. കാരണം എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു ആഗ്രഹമായിരുന്നു, എന്താ പറയുക, ഒരു ക്യാമ്പർ വാനിൽ ക്യാമ്പ് ചെയ്ത് താമസിക്കുക എന്നുള്ളത്. അത് നടക്കാൻ പോവുകയാണ്. ഓൾറെഡി കാനഡയിൽ ഒരു ലോങ് വീക്കെൻഡ് ആണ്. പിന്നെ ഞാൻ എൻ്റെ ഒരു 2 ദിവസത്തെ വെക്കേഷൻ എടുത്തു. അപ്പോൾ ടോട്ടൽ നമുക്കൊരു 5 ദിവസം ഉണ്ട് അടിച്ചു പൊളിക്കാൻ. ഞങ്ങൾ ഒരു ക്യാമ്പർ വാൻ റെന്റിനെടുത്തു. നമ്മളിപ്പോൾ ഓൺ ദ വേ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, അത് പറയാതിരിക്കാൻ. ഞങ്ങളുടെ എല്ലാ പരിപാടികളും ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യിക്കാം. Our dream destination. The view is so good. ഞാൻ കുറച്ച് അപ്പുറത്തോട്ട് പോകണം. റാൻഡമായിട്ട് കണ്ടൊരു സ്ഥലമാണിത് ഒരു വട്ടം ട്രിപ്പ് ചെയ്തപ്പോൾ. പക്ഷേ എനിക്ക് പറയാം, എന്താ പറയാം, അപ്പം തൊട്ട് എൻ്റെ മനസ്സിലുള്ളൊരു വലിയ ആഗ്രഹമാണ് ഇവിടെ വന്നിട്ട് എന്തായാലും ഒന്ന് ടെൻ്റ് അടിക്കണം എന്ന്. ഇപ്പം ടെൻ്റ് അടിക്കാൻ പേടിയാണ്, ഈ കരടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ ഇപ്പം ഈ കാറിൽ വന്നുകൊണ്ട് കുറച്ചും കൂടി ഒരു ധൈര്യം. വിചാരിച്ച പോലെയല്ല, ഭയങ്കര തണുത്ത വെള്ളമാണ്, ഒരു രക്ഷയില്ലാത്ത വെള്ളം. ഭയങ്കര തണുപ്പ്, എൻ്റെ അമ്മേ. ഈ വെള്ളത്തിന് നോർമൽ വെള്ളത്തിനെക്കാട്ടും കളറ് വ്യത്യാസമാണ്. അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞുരുകി വരുന്ന വെള്ളമാണിത്. അതുകൊണ്ടാണ് ഈ വെള്ളത്തിന് ഇത്രയും തണുപ്പ്. സോ ഞാൻ ഈ വണ്ടീൻ്റെ ഉള്ളിലെ ഭാഗങ്ങൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഷെവർലേൻ്റെ ഒരു വാനാണ്. അവരത് ഒരു എന്താ പറയുക ക്യാമ്പിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് അവർ കിച്ചൺ സെറ്റ് ചെയ്തേക്കുന്നത്. കിച്ചൺ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു സ്ലാബ്, പിന്നെ നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ, പിന്നെ കുറച്ച് ജഗ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് നമ്മൾ കഴിക്കാൻ വേണ്ടി മേടിച്ച സ്നാക്ക്, നമ്മളൊരു മഫിൻ മേടിച്ചിട്ടുണ്ട്, കുറച്ച് ബിസ്ക്കറ്റ്, 50-50 എൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ കുറച്ച് ആപ്പിള്, പിന്നെ ഒരു വാട്ടർ മെലൺ, പിന്നെ ജ്യൂസ്. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടിയൊക്കെ എടുത്തിട്ടുണ്ട്, നമ്മൾ ഗ്രില്ല് ബാർബിക്യൂ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ ഇന്ത്യൻ കടയിൽ നിന്ന് കുറച്ച് റെഡിമെയ്ഡ് പൊറോട്ട മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് ബാക്ക് സൈഡിലുള്ളത്. പിന്നെ നേരെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇവിടെയാണ് നമ്മൾ കിടക്കുന്നതൊക്കെ. അപ്പോൾ ഈ ബെഡ്, ഈ എന്താ പറയുന്ന ഈ ടേബിൾ നമുക്കെടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇത് ബെഡാവും. പിന്നെ ഇത് നമ്മുടെ കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങൾ, പാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്യാവശ്യം 2 പേർക്ക് കുറച്ചൊരു 5 days നിൽക്കാൻ വേണ്ടിയിട്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂൾ ക്യാമ്പർ റെൻ്റൽസ് എന്ന് പറയുന്ന അവരുടെ വെബ്സൈറ്റ് ത്രൂ ആട്ടോ അത് ബുക്ക് ചെയ്തത്. കൊള്ളാം, അടിപൊളി സംഭവമാണ്. ഞങ്ങളപ്പോൾ പാഡിൽ ബോർഡ് സെറ്റ് ചെയ്യാൻ പോവാണ്.
ആദ്യം ഇത് എയർ നിറയ്ക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്.
അപ്പം ഞങ്ങൾ പിന്നെ നല്ല ഡിന്നറൊക്കെ കഴിച്ച് ഞങ്ങൾ കിടന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് പിന്നെ ക്യാമ്പർ വാനിൽ കിടക്കുന്നത്. പ്രത്യേകിച്ച് രസമൊക്കെ ഉണ്ട്. എന്നും വീട്ടിൽ ബെഡ്റൂമിൽ കിടക്കുന്ന സുഖം ഇവിടെ വേറെ സുഖം. അങ്ങനെ എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആണ് ഇതുവരെ. അപ്പം നാളെ രാവിലെ ഞങ്ങൾ ഒരു ഹൈക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഹൈക്കിൽ എന്താ പറയുന്നത്, ഞങ്ങളുടെ 6 ഫ്രണ്ട്സും ഉണ്ട്. അല്ല, ഞങ്ങളടക്കം 6 പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ കിടന്നു. ഇനി നാളെ രാവിലെ എണീക്കണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.